200 രൂപ റേഞ്ചിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിൽ ഡീസന്റ് പെർഫോമൻസ് നടത്താൻ ശേഷിയുള്ളതുമായ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ കഴിഞ്ഞ ദിവസം 0.92% ഉയർന്ന് 246 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് ഇന്ന് 1% ഇടിഞ്ഞ് 243 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2.16 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യുവേഷൻ 363, 52 വീക്ക് ഹൈ 280, 52 വീക്ക് ലോ 96. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ CLSAയുടെ റിപ്പോർട്ട് പ്രകാരം സൊമാറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്വിക്ക് കൊമേഴ്സ് ആപ്ലിക്കേഷനായ ബ്ലിങ്കിറ്റ് ഇന്ത്യൻ റീറ്റെയിൽ സപ്ലൈ ചെയിനിൽ സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ട്. ബ്ലിങ്കിറ്റ് ഗ്രേറ്റർ വിസിബിലിറ്റിയും അട്രാക്റ്റീവ് കോമ്പറ്റിറ്റീവ് പ്രൈസിങ്ങും ഓഫർ നൽകി എൻ്റയർ റീറ്റെയിൽ സപ്ലൈ ചെയിനിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ CLSA സൊമാറ്റോ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 353 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ എബിറ്റ ഉയരാനും 2026 ഫിനാൻഷ്യൽ ഇയറിൽ സൊമാറ്റോയുടെ തന്നെ 37% ഏണിംഗ് പെർ ഷെയർ ബ്ലിങ്കിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. കൂടാതെ ക്വിക്ക് കൊമേഴ്സ് സെക്ടറിൽ സൊമാറ്റോയുടെ തന്നെ സെപ്റ്റോയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് CLSA സൊമാറ്റോയ്ക്ക് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയത്. അതേസമയം ട്രഡീഷണൽ FMCG കമ്പനികളായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരിക്കോ തുടങ്ങിയ കമ്പനികൾ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ വളരെ വലിയ പ്രോബ്ലം വരും സമയങ്ങളിൽ ഫേസ് ചെയ്യും എന്നും CLSAയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 സ്റ്റോക്കുകൾക്കും അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് ആണ് CLSA നൽകിയിരിക്കുന്നത്. മാരിക്കോയ്ക്ക് 470 രൂപയുടെ ടാർഗറ്റും HULന് 2161 രൂപയുടെ ടാർഗറ്റും നൽകി. സൊമാറ്റോ ഫുഡ് സെഗ്മെൻറ്റിലും അതായത് ഫുഡ് അഗ്രിഗേറ്റർ ബിസിനസ്സിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ബെയിൻസ്റ്റീൻ എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും സ്റ്റോക്കിന് 335 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. മുമ്പ് 275 രൂപയുടെ ടാർഗറ്റായിരുന്നു ബെയിൻസ്റ്റീൻ നൽകിയത്. സൊമാറ്റോ റീസെൻ്റ്ലി പേടിഎമ്മിൻ്റെ ടിക്കറ്റിംഗ് ബിസിനസ് കൂടി അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബെയിൻസ്റ്റീൻ ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ UBS സൊമാറ്റോയുടെ ടാർഗറ്റ് 260 നിന്ന് 320 ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ GMV വാല്യൂ അതായത് ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂവിലുണ്ടായിരിക്കുന്ന വളരെ വലിയ വളർച്ച ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിലെ ഇൻട്രൊഡ്യൂസ് മൂലം മാത്രമല്ല, മറിച്ച് ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ കമ്പനിയുടെ പെർഫോമൻസ് കൂടി കണക്കിലെടുത്താണ്. കമ്പനിയുടെ GMV 20 മുതൽ 30% ഗ്രോത്ത് ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിലും ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൽ 2 മുതൽ 3% ഗ്രോത്ത് കൈവരിക്കും എന്ന് UBSൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ എൻ്റർപ്രൈസസ് വാല്യൂവിൽ 35% വളർച്ച വരാനും സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് UBS സ്റ്റോക്കിന് 320 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. സൊമാറ്റോയുടെ ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സായ ബ്ലിങ്കിറ്റിൻ്റെ അഡ്ജസ്റ്റഡ് എബിറ്റ -3 കോടിയാണ്. വരും സമയങ്ങളിൽ ഇതൊരു പോസിറ്റീവ് ഫിഗറിലേക്ക് മാറാനും സാധ്യതയുണ്ട്. കൂടാതെ കമ്പനിയുടെ ഗ്രോസ് ഓർഡർ വാല്യൂ വർദ്ധിച്ച് 53% മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഫെസ്റ്റീവ് സീസണിൽ സൊമാറ്റോയുടെ ക്വിക്ക് കൊമേഴ്സ് ആപ്ലിക്കേഷനായ ബ്ലിങ്കിറ്റിന് ഹയസ്റ്റ് ഓർഡർ ലഭിച്ചതും വരും സമയങ്ങളിൽ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. സൊമാറ്റോ എന്ന സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 180 എന്ന റേഞ്ചിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും അവിടെ നിന്നും സ്റ്റോക്ക് 280 വരെ ഉയരുകയും ചെയ്തു. ഇപ്പോൾ സ്റ്റോക്ക് 243 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 240 സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് സോണാണ്. ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 225 മുതൽ 230 വരെയുള്ള റേഞ്ച്. ഈ റേഞ്ചിൽ സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കും. അതല്ല, സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നീങ്ങി 240നും 230നും ഇടയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും അവിടെ അക്കുമുലേഷൻ ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് IEX ഇന്ന് 204 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 208, 52 വീക്ക് ലോ 121. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.32, ഡിവിഡൻഡ് ഈൽഡ് 1.22%. കഴിഞ്ഞ ദിവസം IEX പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം IEX വഴിയുള്ള ട്രേഡിംഗ് വോളിയത്തിൽ 36% വർധനവുണ്ടായി. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 12,040 മില്യൺ യൂണിറ്റിൻ്റെ ട്രേഡിംഗ് വോളിയമാണ് ഈ പ്രാവശ്യം നടന്നത്. ഇലക്ട്രിസിറ്റി വോളിയം 17% വർദ്ധിച്ച് 9,914 മില്യൺ യൂണിറ്റായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ REC 737% വർദ്ധിച്ച് 2,116 മില്യൺ യൂണിറ്റായി മാറി. ഇവിടെ വിവിധ ഡിസ്കോംസുകളും കാപ്റ്റീവ് പവർ പ്രൊഡ്യൂസർ കമ്പനികളും പങ്കെടുക്കുന്ന ഈ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഈ പങ്കെടുക്കുന്ന ക്യാപ്റ്റീവ് പവർ
പ്രൊഡ്യൂസർ കമ്പനികളും IEX എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് വഴിയാണ് കമ്പനിയുടെ ട്രേഡിംഗ് വോളിയത്തിൽ വർധനവുണ്ടായത്. അതോടൊപ്പം തന്നെ പവർ സെക്ടറിലും ഇന്ത്യ വളരെ വലിയ ഒരു കുതിച്ചുചാട്ടത്തിലാണ്. റിന്യൂവബിൾ എനർജി സിസ്റ്റവും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകളും ഓരോ ദിവസവും കമ്മീഷനായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിൻഡ് പവർ ജനറേഷൻ, ഹൈഡ്രോ പവർ ജനറേഷൻ തുടങ്ങിയ സെഗ്മെൻറ്റിലും ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മികച്ച മൺസൂൺ ലഭിച്ചതുമൂലം ഹൈഡ്രോ പവർ ജനറേഷനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർധനവുണ്ടാവുകയും ചെയ്തു. റിയൽ ടൈം മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഡേ ഹെഡ് റിയൽ ടൈം മാർക്കറ്റ് പ്രൈസിൽ 38% വർധനവുണ്ടാവുകയും ചെയ്തു. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ച് IEX എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിൽ പരിഗണിക്കാവുന്നതാണ്. IEX വഴിയുള്ള കാർബൺ എക്സ്ചേഞ്ച് ട്രേഡിങ്ങിലും വർധനവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ കാർബൺ എക്സ്ചേഞ്ച് ട്രേഡിങ്ങിലും IEX പങ്കെടുക്കുന്നത് IEXനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. IEX എന്ന സ്റ്റോക്കും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. 200 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം സ്റ്റോക്ക് 203 എന്ന റേഞ്ചിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 185 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 215, 230 പോലുള്ള ടാർഗറ്റ് IEX എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. 200 എന്ന റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം സ്റ്റോക്കിൽ സ്ട്രോങ് ട്രെൻഡാണ് കാണുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്